പ്രിയ ദൈവജനമേ, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആത്മീയമായി തളർന്നു പോയിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സ്നേഹിക്കപ്പെടാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങളെ വേട്ടയാടുമ്പോൾ, പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു നമ്മെയും സ്നേഹിക്കുന്നു എന്ന സത്യം വലിയൊരു ആശ്വാസമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ സ്നേഹവലയത്തിൽ സുരക്ഷിതരായിരിക്കാൻ സാധിക്കൂ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ശാഖകൾ മുന്തിരിച്ചെടിയിൽ പറ്റിയിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മിൽ വന്നു നിറയുമ്പോൾ മാത്രമാണ് ലോകം നൽകുന്നതിനേക്കാൾ വലിയൊരു സമാധാനം നമുക്ക് അനുഭവപ്പെടുക. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസ്നേഹം ഒരു നിബന്ധനയല്ല, മറിച്ച് അതൊരു വലിയ വാഗ്ദാനമാണ് എന്നാണ്. നമ്മുടെ ഉള്ളിലെ സന്തോഷം പൂർണ്ണമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പലപ്പോഴും ലോകം നൽകുന്ന നശ്വരമായ സുഖങ്ങളിൽ നാം സന്തോഷം തിരയുന്നു, സത്യമല്ലേ? എന്നാൽ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ആനന്ദം നിലനിൽക്കുന്നതാണ്. ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കുന്ന ഒരാൾക്ക് പ്രതിസന്ധികളിലും പതറാതെ നിൽക്കാൻ ഈ വചനഭാഗം ശക്തി നൽകുന്നു. പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക പിന്തുടരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റുകളെ കുറിച്ചുള്ള അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. POC ബൈബിളിനെ ആസ്പദമാക്കി മെയ് 1 ആരംഭിച്ച 100 ദിന ബൈബിൾ വായനയുടെ ഇന്നത്തെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ദൈവസ്നേഹത്തെ വചനത്തിലൂടെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഗാഡ് ബ്ലെസ് യു.